ഇതിപ്പോ റെയിൽവേ ബോർഡിന്റെ റിപ്പോർട്ട് ഇപ്പോഴല്ലേ പുറത്തു വന്നുള്ളൂ ഷാനി. ഇതേ കാര്യം ഞങ്ങൾ നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി ചർച്ച ചെയ്തതിനു ശേഷം ഞങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഞങ്ങൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ വിതരണം ചെയ്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് ഇപ്പോ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണത്തിന് ഇന്നത്തെ നിലയിൽ ഈ പറയപ്പെടുന്ന റെയിലിന്റെ അലൈൻമെന്റ് വരച്ചു വെച്ചാൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഉള്ള സകല റെയിൽ പ്രോജക്ടുകളും നിലച്ചു പോകുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. അല്ലല്ല, അതിന് ഒരു മാറ്റം ഉണ്ടാവത്തില്ല എന്ന് അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ വാദിച്ചു. ഇപ്പൊ റെയിൽവേ തന്നെ പറയുന്നു ഇതിന് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞത്, ഒന്ന്, ഇത് കേരളത്തിന് അനുയോജ്യമായ പദ്ധതിയല്ല. രണ്ട്, ഭീമമായ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനുള്ള കരുത്ത്, സാമ്പത്തിക ശേഷി ഇന്ന് കേരളത്തിനില്ല. മൂന്ന്, ഒറ്റ ചോദ്യം, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പലയിടത്തും പ്രഭുവല്ല മറ്റേ സഭ വിളിച്ചല്ലോ, വളരെ പൗരപ്രമുഖന്മാരുടെ സഭ വിളിച്ചല്ലോ. ഏതെങ്കിലും ഒരു പൗരപ്രമുഖൻ കേരളയിൽ കൂടിയേ തീരൂ എന്നാവശ്യപ്പെട്ടതായി എവിടെയും നിന്നും ഒരു വാർത്ത വന്നില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? കേരളത്തിന് അനുയോജ്യമാണ് കേരളിന്റെ ഇപ്പോഴത്തെ ഈ പ്രോജക്ട്, ഈ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് ഒരാളും പറയുന്നില്ല. അരുൺകുമാർ പറയുമായിരിക്കും, ശ്രീ പിണറായി വിജയൻ പറയുമായിരിക്കും, കേരളയിൽ വരും കേട്ടോ എന്ന് പറയുമായിരിക്കും. ഇത് കേരളത്തിന് യോജിച്ചതല്ല, ഈ നാടിന്റെ പ്രകൃതി നശിപ്പിക്കുന്നതാണ്, സാമ്പത്തികമായി തകർക്കുന്നതാണ്, അത് ഏറ്റെടുക്കാനുള്ള ശേഷി ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക നിലയ്ക്കില്ല, റെയിൽവേയെ ബാധിക്കുന്നതാണ്, ഗുരുതരമായ കൺസൾട്ടേഷന്റെ പിഴവുകൾ, കൂടിയാലോചനകളുടെ പിഴവുകൾ മുഴച്ചു നിൽക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഞങ്ങൾ എന്തു പറഞ്ഞോ അതിലേക്ക് റെയിൽവേ എത്തിയിരിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾക്കും അപ്പുറത്ത് ടെക്നിക്കൽ എറേഴ്സ് അതുപോലും പരിഹരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളുടെ പ്രശ്നം എത്രയേ ഉള്ളൂ. ഒന്ന്, ഞങ്ങൾ പറഞ്ഞു ഇതിന് പണമുണ്ടോ? രണ്ട്, ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണോ? ഷാനിക്കറിയാലോ, ഈ തിരുവനന്തപുരത്ത് കണിയാപുരത്ത് മുതൽ ഇങ്ങ് തൃശ്ശൂരിനപ്പുറം വരെ ആയിരക്കണക്കിന് ആളുകളുടെ ഭൂമികളിൽ അതിക്രമിച്ചു കയറി അവരെ വലിച്ചഴച്ചുകൊണ്ട് മഞ്ഞക്കുറ്റി അടിച്ചു വെച്ചിരിക്കുക. ഈ ഒറ്റ ഭൂമിയിലും 5 സെന്റും 10 സെന്റും 2 സെന്റുമുള്ള കുറെ പാവപ്പെട്ടവരാണ്, സാധുക്കളുടെ സ്ഥലത്താണ് കൊണ്ടുവന്ന് ഈ മഞ്ഞക്കുറ്റി ഇപ്പോഴും അടിച്ചു വെച്ചിരിക്കുന്നത്. കേരളിന്റെ ഓഫീസിന്റെ പ്രവർത്തനം മരവിപ്പിച്ചു കഴിഞ്ഞു. കേരളയുമായി ബന്ധപ്പെട്ട് വിന്യസിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. കേരളിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നാമമാത്രമായ പ്രവർത്തനം മാത്രമായി മാറ്റിക്കഴിഞ്ഞു. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല, ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രേഖകളാണ്. അപ്പോ ഇവർ തന്നെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. ഞാൻ നോക്കൂ ഷാനി, ഇവിടെ ഏതെങ്കിലും ഭൂമിയിൽ മഞ്ഞക്കുറ്റി അടിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഭൂമി അത് ഡെഡ് ഭൂമിയായി മരവിച്ചിരിക്കുകയാണ്. ആ ഭൂമിയിൽ ഒരു ലോൺ എടുക്കാൻ പോയാൽ ലോൺ കൊടുക്കത്തില്ല. ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റോ? ഇല്ല. കൃഷി ചെയ്യാൻ പറ്റോ? ഇല്ല. ആ ഭൂമിയുമായി ബന്ധപ്പെട്ടതിന് ക്രയവിക്രയം നടത്താൻ പറ്റോ? ഇല്ല. സത്യത്തിൽ പാവപ്പെട്ടവന്റെ ഭൂമി പിടിച്ചെടുത്ത് മഞ്ഞക്കുറ്റി അടിച്ച് അവനെ കുറെ കേസുകളിൽ പെടുത്തി തൊഴിച്ചാൽ എന്തെങ്കിലും അവധാനതയോടുകൂടി ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഈ ഗവൺമെന്റ് ചെയ്തോ? നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മഞ്ഞക്കുറ്റി അടിച്ചു വെച്ചിരിക്കുന്ന പാവപ്പെട്ടവന്റെ ഭൂമി അതവർക്ക് തിരിച്ചു കൊടുക്കലാണ്. തിരിച്ചു കൊടുത്തുകൊണ്ട് ക്രയവിക്രയം നടത്താനും ലോൺ കിട്ടുന്ന തരത്തിലേക്ക് മാറ്റാനുമുള്ള സംവിധാനം ഉറപ്പുവരുത്തലാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി അതല്ല, നിങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ ഈ റെയിൽവേ ബോർഡ് തന്നെ പറഞ്ഞു, നേരത്തെ അരുൺകുമാർ പറഞ്ഞൊരു വാചകം അത് തന്നെ എടുക്കാം. എന്താ പറഞ്ഞത്? എല്ലായിടത്തും 7.8 വ്യത്യാസം ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതാണല്ലോ ശ്രീ അരുൺകുമാറിന്റെ വാദം. ശ്രീ അരുൺ, ഈ റിപ്പോർട്ടിനകത്ത് പറയപ്പെടുന്ന ഒരു പരാമർശം ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കണിയാപുരം, തിരുവനന്തപുരത്തിന്റെ തൊട്ടടുത്ത് ഉള്ള കണിയാപുരം, ആ കണിയാപുരം മുതൽ മുരുക്കുമ്പുഴ, കഴക്കൂട്ടം, കൊച്ചുവേളി വരെയുള്ള ഏകദേശം 10-12 കിലോമീറ്റർ ഭാഗമാണ്. ആ ഭാഗം റിപ്പോർട്ടിലുള്ളതാണ്, ഞാൻ വെറുതെ കൂട്ടിച്ചേർത്ത് പറയല്ല. അവിടെ നിലവിലുള്ള ട്രാക്കും റെയിലിന്റെ അലൈൻമെന്റിൽ പറയപ്പെടുന്ന ട്രാക്കും തമ്മിലുള്ള വ്യത്യാസം 7.8 അങ്ങ് പോട്ടെ, നിങ്ങളുടെ ഒരു വാദത്തിന് ഞാൻ ഖണ്ഡിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, വെറും 4.7 മാത്രമാണ്. ശ്രീ അരുൺകുമാർ, നിങ്ങൾ പറഞ്ഞെന്താണ്? 8.7 മീറ്റർ വ്യത്യാസം ഞങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തുടക്കം എവിടെയാ? കൊച്ചുവേളി. അതിന്റെ സമീപ പ്രദേശം എവിടെയാ? കഴക്കൂട്ടം. കൊച്ചുവേളിക്കും മുരുക്കുമഴയ്ക്കും ഇടയിലുള്ള തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശത്തെ ഈ പ്രദേശത്ത് മാത്രം തുടക്കത്തിൽ പോലും നിങ്ങളുടെ ഈ വാദം നിലനിൽക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അഥവാ അവിടുത്തെ വ്യത്യാസം 4.7 മാത്രമാണ്, 4.7 മാത്രമാണ്. അവിടെ തന്നെ നിങ്ങളെ കള്ളക്കളി പൊളിഞ്ഞ്. രണ്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ശരി, നോക്കൂ, നിങ്ങളിപ്പോ പറഞ്ഞതാണ് 64,000 കോടിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. നീതി ആയോഗ് പറഞ്ഞു 1 ലക്ഷം കോടിക്ക് മുകളിൽ.
ചില ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് വിദഗ്ധന്മാർ പറഞ്ഞു 2 ലക്ഷം കോടി വരെയാകുമെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? നിങ്ങൾ പാവപ്പെട്ടവന്റെ ഭൂമിയെല്ലാം പിടിച്ചു പറിച്ച് അവരടിയും കൊടുത്ത് അവരെ കേസിന് പ്രതിയാക്കി അമ്മമാരെയും സഹോദരിമാരെയും തെരുവിൽ വലിച്ചഴിച്ചുകൊണ്ട് നിങ്ങൾ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ഈ മഞ്ഞ കുറ്റികളുണ്ടല്ലോ, അവിടെയാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? നിങ്ങൾക്കിത് മുതൽ മുടക്കാൻ കാശുണ്ടോ? ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതൊക്കെ വേണ്ടേ? അത് നിങ്ങളെ ഇല്ല എന്ന് പറയാൻ കാര്യം എന്താ? നിങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് 20% DA കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല. ജലജീവൻ മിഷന് 13,000 കോടി കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല. KSRTC-കാരന് മാസം തോറും നടത്തിക്കൊണ്ടുപോകാൻ 160 കോടി കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല. ഓണക്കിറ്റിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തതിൽ 158 കോടി കരാറുകാർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല. കാരുണ്യ പദ്ധതിയുടെ 300 കോടി. ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണ്? സ്കൂളിലെ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിങ്ങൾക്ക് നിവർത്തിയില്ല. അപ്പൊ ഒന്നിനും നിവർത്തിയില്ലാത്തൊരു സർക്കാർ പാവപ്പെട്ടവൻ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് മറിയാമ്മമാർ റോഡിൽ തെണ്ടി നടക്കുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും നിത്യവൃത്തിക്ക് പോലും നിവർത്തിയില്ലാത്തൊരു സർക്കാർ, കേന്ദ്ര സർക്കാരിൽ നിന്നും പ്രത്യേക ഓർഡർ പ്രകാരം കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചൊരു സർക്കാർ, ഖജനാവിൽ 10 നയാ പൈസയുടെ കാശില്ലാത്തൊരു സർക്കാർ ഇതെങ്ങനെ നടപ്പിലാക്കും? ഈ ഭൂമി എങ്ങനെ ഏറ്റെടുക്കും? അവിടെയാ പ്രശ്നം. നിങ്ങൾ കുറെ മഞ്ഞക്കുറ്റി അടിച്ചു വെച്ചാൽ മാത്രം പോരല്ലോ, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? എങ്ങനെ നിങ്ങൾ കൊടുക്കും? അപ്പൊ നിങ്ങളുടെ കയ്യിൽ കാശില്ല. അതാണ് ഒന്ന്. രണ്ട്, നിങ്ങൾ എടുത്തു എന്ന് പറയപ്പെടുന്ന അലൈൻമെന്റ് പ്രകാരം നിങ്ങൾ എടുത്തു എന്ന് പറയപ്പെടുന്ന ഭൂമിയെ സംബന്ധിച്ചാണെങ്കിലോ നിങ്ങളുടെ തന്നെ വാദം പൊളിയാണ്. എങ്ങനെയാണത്? 7.8 ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, 4.7 ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ അരുൺകുമാർ, നിങ്ങൾ കോട്ടയത്ത് പോകണം. ചിങ്ങവനം പിന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ആ ചിങ്ങവനത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഡ്രോയിങ്ങും കേരളിന്റെ ഡ്രോയിങ്ങും തമ്മിൽ അലൈൻമെന്റ് തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്ന് റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട്. അതാണ് കോട്ടയം ചിങ്ങവനത്തെ കാര്യം. അങ്കമാലി ആലുവ സ്റ്റേഷൻ, തൃശ്ശൂരും ഒല്ലൂരുമായി ബന്ധപ്പെട്ട സ്റ്റേഷൻ, അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വന്നത് അരുൺകുമാറിന്റെ വാദം പൊളിയുന്ന സ്ഥലങ്ങളൊന്നും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. എവിടെയാ? അങ്കമാലി ആലുവ സ്റ്റേഷൻ. ഈ അകലം കിട്ടുന്നില്ല, അലൈൻമെന്റ് പ്രകാരം കിട്ടുന്നില്ല. പഠിച്ചിട്ട് പറയുകയാണ്. തൃശ്ശൂര് ഒല്ലൂർ സ്റ്റേഷൻ അകലം കിട്ടുന്നില്ല. കേരളയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്ക്, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ വിഭജിച്ചുകൊണ്ട് പോകുന്ന തരത്തിലാണ് നിങ്ങൾ അലൈൻമെന്റ് വരച്ചിരിക്കുന്നത്. അഥവാ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കളവാണെങ്കിൽ ശ്രീ അരുൺകുമാർ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടേ. എന്റെ ചോദ്യം, നിങ്ങൾ 7.8 വിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ആദ്യമേ ഞാൻ പൊളിച്ചു മുരുക്കുമ്പോഴേയും കഴക്കൂട്ടം വെച്ചുകൊണ്ടാണ് പൊളിച്ചത്, കൊച്ചുവേളി വെച്ചുകൊണ്ടാണ് പൊളിച്ചത്. രണ്ട്, നിങ്ങൾ അല്പം കൂടി കടന്നുപോയപ്പോൾ ഞാൻ കോട്ടയം ചിങ്ങവനം പറഞ്ഞു. ഞാൻ അല്പം കൂടി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരും ഒല്ലൂരും പറഞ്ഞു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വിഭജിക്കുന്ന തരത്തിലാണ് നിങ്ങൾ അലൈൻമെന്റ് എന്ന് പറഞ്ഞു. അതിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ആലുവ, അങ്കമാലി ഉൾപ്പെടെയുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലും നിങ്ങൾ ഈ പറയപ്പെടുന്ന അകലം പാലിച്ചിട്ടില്ല. അഥവാ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന അകലം നിങ്ങൾക്കെതിരായി നിൽക്കുമ്പോൾ ഈ പ്രോജക്ട് റെയിൽവേ അംഗീകരിച്ചു തരുമെന്ന് അരുൺകുമാർ നിങ്ങൾ കരുതുന്നുണ്ടോ? അഥവാ നിങ്ങൾ പഠിച്ചിട്ടാണോ വരച്ചത്? നിങ്ങൾ ഭൂമിയിൽ മഞ്ഞ കുറ്റി അടിച്ചത് ആരെങ്കിലും അംഗീകരിക്കുന്ന തരത്തിലാണോ? അല്ലല്ലോ. ഈ പദ്ധതി ഇവിടെ നടക്കത്തില്ല ഷാനി, ഇത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് നടക്കില്ല എന്ന് പറയുന്നത്. ഞാൻ വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യം ചോദിച്ചു. 2 ചോദ്യത്തിനും അരുൺകുമാർ ഉത്തരം പറയാതെ ഒഴിഞ്ഞങ്ങ് മാറി. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് പോലും ഇല്ലാത്ത നിങ്ങൾ, പാവപ്പെട്ടവന് പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത നിങ്ങൾ, ഇത് എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത്? എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ മറുപടി പറഞ്ഞോ? നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? ചോദ്യം. ജപ്പാൻ ഏജൻസിയിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ഷാനിയല്ലേ നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേട്ടത്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? അടുത്ത വർഷത്തേക്ക് കൂടി എടുക്കാനുള്ള കടം കൂടി ഇപ്രാവശ്യം എടുക്കാൻ പ്രത്യേക അനുവാദം കൊടുത്ത ഒരു സർക്കാരാണ് വീണ്ടും ഞങ്ങൾ കടമെടുത്ത് കളയും എന്ന് പറയുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവർക്ക് കടമെടുക്കാനുള്ള പരിധിയില്ലേ? ആ പരിധിക്കും അപ്പുറത്ത് കടം നിൽക്കല്ലേ? അപ്പൊ അവർക്ക് കടമെടുക്കാനും കഴിയില്ല, കാശുമില്ല. 2, നിങ്ങൾക്ക് ഭൂമിയുടെ പ്രശ്നം പറഞ്ഞു. ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള അലൈൻമെന്റ് നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത് റെയിൽവേയുടെ ഭൂമിയോടൊപ്പം ചേർന്നാണ്, റെയിൽവേ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഈ പറയുന്ന അകലമില്ല. 2 കാര്യത്തിലും ഞാൻ പറഞ്ഞ വാദത്തിൽ നിന്നും നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3, നിങ്ങൾ എന്താ പറഞ്ഞത്? കൊച്ചി മെട്രോ ലാഭത്തിലായില്ലേ? ആദ്യം നഷ്ടത്തിലായിരുന്നു, പിന്നീട് ലാഭത്തിലായില്ലേ? ഈ കൊച്ചി മെട്രോ എങ്ങനെയാണ് ശ്രീ അരുൺകുമാർ വന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ആ കൊച്ചി മെട്രോ വന്നപ്പോൾ ആട്ടോറിക്ഷക്കാരന്റെ ഓട്ടം പോകുമേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി മെട്രോയ്ക്ക് സമാന്തരമായി ആട്ടോറിക്ഷയുടെ വൻമതിൽ തീർത്ത ആളാണ് നിങ്ങളുടെ മന്ത്രി രാജീവൻ. മറന്നു പോകരുത്.
സീപ്ലെയിൻ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് മത്സ്യബന്ധനത്തിനെ ബാധിക്കുമെന്നും മത്സ്യസമ്പത്ത് ഒളിച്ചോടുമെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് നിങ്ങൾ. അപ്പൊ മെട്രോയുടെ മെട്രോയ്ക്ക് ഒരു പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവിന്റെ പേര് പിണറായി വിജയൻ എന്നല്ല. കൊച്ചി മെട്രോയ്ക്കും ഈ സ്മാർട്ട് സിറ്റിക്കും ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവിന്റെ പേര് പുതുപ്പള്ളി കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്രീ ഉമ്മൻചാണ്ടി. അല്ല, ഒരു മിനിറ്റ്. ലാവ്ലിൻ കേസിന്റെ കാര്യം വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ ഒത്തീർപ്പുണ്ടാക്കും. കൊടകര കോഴപ്പട കേസും കരിവണ്ണൂരിലെ ബാങ്ക് തട്ടിപ്പ് കേസും തമ്മിൽ പരസ്പരം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരു കാര്യം ഞാൻ ഷാനിയോട് പറയാം. ഒരു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ഭൂമിയിൽ കൊണ്ടുവന്ന് മഞ്ഞ കുറ്റിയും അടിച്ചിട്ട് ഈ ഇല്ലാത്ത പദ്ധതിയും ഇല്ലാത്ത കാശും പറഞ്ഞുകൊണ്ട് വന്നാൽ അത് ഊരിക്കളയുക. അല്ല, അങ്ങനെ അല്ല. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് എടുത്ത് സ്ഥലം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജയസൂര്യ